നമ്മൾ കർത്താവിൻ്റെ വചനങ്ങൾ ഓരോരോ കാലത്ത് നമ്മുടെ ഓരോ വ്യത്യസ്തങ്ങളായ ജീവിത സാഹചര്യങ്ങളിലാണ് കർത്താവിൻ്റെ വചനങ്ങൾ നമ്മൾ കേൾക്കുന്നത്. നമുക്കെല്ലാ കാലത്തും കുറേ അധികം പ്രശ്നങ്ങളുണ്ടാകും. നമ്മൾ ദൈവത്തിൻ്റെ വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച് തണുക്കെ പ്രാർത്ഥിച്ച് വണ്ടിയിൽ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ പറയൂ അത് കർത്താവിനോട് പറഞ്ഞില്ലല്ലോ എന്ന് ഓർക്കൂ. വീട്ടിലെത്തുമ്പോഴാണ് ദൈവമേ അവിടെ വരെ എത്തി മാതാവിന് നേരെ കണ്ടിട്ട് പ്രാർത്ഥിച്ചിട്ടും അത് പറഞ്ഞില്ലല്ലോ, മറന്നുപോയല്ലോ എന്നൊക്കെ ഓർക്കുമോ? മനുഷ്യന്മാരൊരിക്കലും പ്രാർത്ഥിച്ച് തീരത്തില്ല അവരുടെ പ്രശ്നങ്ങൾ. മനുഷ്യന്മാരൊരിക്കലും അവരുടെ പ്രാർത്ഥനകൾ അവരുടെ വിഷയങ്ങൾ പ്രാർത്ഥിച്ച് തീരത്തില്ല. വിഷയങ്ങൾ വെച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ, അതിനാണ് പ്രാർത്ഥനയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ വിഷയങ്ങൾ ഇങ്ങനെ പെരുകും. അപ്പം നമുക്ക് ഒരു ആധ്യാത്മിക ജീവിതം നമ്മുടെ വിഷയത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അധികകാലം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. വിഷയങ്ങളെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പ്രാർത്ഥനയെ ബേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിഷയങ്ങൾ ഇങ്ങനെ പെരുകും. പ്രാർത്ഥനയ്ക്ക് വിഷയങ്ങളേ ഉണ്ടാകത്തുള്ളൂ. പ്രാർത്ഥനകൾ തന്നെ വിഷയങ്ങൾ വിഴുങ്ങിക്കളയും. നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ വിഷയങ്ങൾ വിഴുങ്ങുന്നുണ്ട്. ശരിക്കും നമ്മുടെ വിഷയങ്ങൾ നമ്മുടെ പ്രാർത്ഥനകളെ വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എപ്പോഴും ശ്രദ്ധിക്കണം. കാര്യം വിഷയം ഒരു സബ്ജക്റ്റ് ഓറിയൻ്റഡ് ആയിട്ടൊരു ആധ്യാത്മികത അധികാരം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഒരു ആധ്യാത്മികയുടെ ഇന്ധനം ദൈവസ്നേഹമാണ്, വിഷയസ്നേഹമല്ല. അതുകൊണ്ടാണ് ആധ്യാത്മികയുടെ ഇന്ധനമെന്ന് പറയണത്. ഇന്ധനമില്ലാതെ ഒന്നും കത്തത്തില്ലല്ല. ജെറ്റ് വിമാനമായാലും വണ്ടിയായാലും കാറായാലും മുന്നോട്ട് പോകണമെങ്കിൽ പെട്രോൾ വേണം. ആധ്യാത്മിക ഇന്ധനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വിഷയങ്ങളാണ്. അല്ല, വിഷയങ്ങളൊരു ഇന്ധനമാക്കിയാൽ അധികകാലം മുന്നോട്ട് പോകത്തില്ല. കാര്യം പ്രധാനപ്പെട്ട കാരണങ്ങൾ പല വിഷയങ്ങളും ആപേക്ഷികമായതുകൊണ്ടാണ്. റിലേറ്റീവ്, നിങ്ങളുടെ ഇൻറ്റൻഷൻസ് റിലേറ്റീവാണ്. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റൻഷൻസ് എന്ന് പറയുന്നത് എന്താണ്? നിയോഗം. റിലേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ആപേക്ഷികം. ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ശരിയാണെന്നാണ്. ചിലപ്പോഴേ കാലത്തിനൊരു കാലനാണ് എപ്പോഴും വില്ലനായിട്ട് പ്രവർത്തിക്കും. കാലം ഒരു വില്ലനായിട്ട് പ്രവർത്തിക്കും. കാലം മുന്നോട്ട് പോകും തോറും നിങ്ങൾ ഇന്ന് വെച്ചിരിക്കുന്ന വിഷയങ്ങൾ തന്നെ നിങ്ങൾക്ക് പണിയായിട്ട് വരും. ഇപ്പോൾ ഒരു കാലത്ത് എങ്ങനെയെങ്കിലും ഒരു അമേരിക്കൻ ടെക്കിയാകാൻ വേണ്ടി എനിക്ക് വേറെ ഒന്നും കുഴപ്പമില്ല, എൻ്റെ ജീവൻ പണി എടുത്തോളാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് നമ്മൾ അമേരിക്കൻ ടെക്കിയാകാൻ വേണ്ടി ആൾക്കാർ എന്തുമാത്രം പ്രൊഫഷണൽസാണ് അതിനുവേണ്ടി പഠിച്ചതും MCA തൊട്ട് അങ്ങോട്ടുള്ള ഡിഗ്രികളെല്ലാം കമ്പ്യൂട്ടറിൽ എടുത്തതും എല്ലാം അമേരിക്കൻ പ്രോജക്റ്റ് എടുത്ത് ചെയ്യണം. എന്നിട്ട് അവരുടെ കമ്പനി ബാംഗ്ലൂർ വർക്ക് ചെയ്യണം. അതിനുശേഷം ബാംഗ്ലൂർ വഴി ആസ്ട്രേലിയയിലോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലോ പോകണം. അവിടെ കമ്പനിയിൽ 10 കൊല്ലം വർക്ക് ചെയ്യണം. ആവശ്യത്തിന് കാശായിട്ട് ഒന്നെങ്കിലും അവിടെ താമസിക്കണം. അപ്പോൾ നമ്മളൊരു അപേക്ഷ വെക്കുകയാണ്. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് ആപ്പടെ പ്രശ്നമുണ്ടാക്കി. അങ്ങനെയുള്ള വിസയ്ക്ക് അദ്ദേഹം 70% തീരുവ കൽപ്പിച്ചു. അമേരിക്കൻ ടെക്കി വിസയ്ക്ക് 75% തീരുവ, 78% തീരുവ. എന്ന് വെച്ചാൽ കിട്ടുന്ന കാശ് അവിടെ തന്നെ കൊടുത്തിട്ട് പോരേണ്ടി വരും. മനസ്സിലായില്ലേ? നമുക്ക് ശമ്പളമായിട്ട് നമുക്ക് തരുന്ന കാശ് വിസ വാങ്ങിക്കാൻ വേണ്ടി ആ രാജ്യത്ത് തന്നെ കൊടുത്തിട്ട് പോകേണ്ടി വരും. അപ്പോൾ അത് അനാകർഷണമായി. ഇപ്പം അമേരിക്കൻ ടെക്കി വിസ എന്നുള്ളത് ഇപ്പം അനാകർഷണമായി. ഇതുപോലെ തന്നെയാണ് ഈ വിഷയങ്ങളാണ് ദൈവദൃശ്യം വെക്കുന്നുണ്ടെങ്കിൽ വിഷയങ്ങൾ ചില സമയത്ത് നമ്മുടെ ആധ്യാത്മികതയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ജീവിത വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ
നമുക്ക് അധികകാലം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഉടമ്പടി ഇരിക്കുന്ന എപ്പോഴും എന്തിനു നിങ്ങൾ ഉടമ്പടി ചെയ്യണമെന്ന് ചോദിച്ചാൽ കണ്ണടച്ച് നിങ്ങൾ ദൈവത്തോട് പറയാനുണ്ട്. എന്താണ് വിഷയങ്ങൾ പറയരുത് ഒരിക്കലും. എന്തിനാണ് എൻ്റെ മക്കൾ ഉടമ്പടി ചെയ്യണമെന്ന് നിങ്ങളോട് ചോദിച്ചാൽ കണ്ണടച്ച് പറയണം. എന്തിനാണ്? ഞങ്ങൾ ദൈവസ്നേഹത്തിൽ വളരാൻ വേണ്ടി. സിമ്പിൾ ഉത്തരവാണത്. എന്തിനാണ് നമ്മൾ ഉടമ്പടി ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു വെടിപ്പും മെനയുള്ള ഒരു ഉത്തരം, നമുക്ക് തിരിച്ച് പണി കിട്ടാത്ത ഒരു ഉത്തരവെന്ന് പറയണത് എന്തിനാണ്? നമ്മൾ ദൈവസ്നേഹത്തിൽ വളരാൻ. സിമ്പിളാണ്. ഇനിയിപ്പോൾ പറയാൻ വേണ്ടി ഒരു ചോദ്യോത്തര കലാപരിപാടി അല്ലാതെ, പറയാൻ വേണ്ടി അല്ലാതെ ദൈവത്തിനും കൂടി തോന്നണം. അത് നമ്മൾ ഉടമ്പടി ജീവിക്കുന്നതിൻ്റെ കാരണം ദൈവസ്നേഹത്തെ വളരാനാണ്. നമ്മുടെ അൾട്ടിമേറ്റ് എയിം. പിന്നെ ആത്യന്തികം പല ലക്ഷ്യങ്ങൾ നമുക്കുണ്ട്, പക്ഷെ അൾട്ടിമേറ്റ് എയിം ദൈവസ്നേഹത്തിൽ വളരാനാണ്. ദൈവത്തിന് കൂടി ബോധ്യമായാൽ ഇത് ശരിക്കും സെൽഫ് എടുക്കും. തന്നെത്താൻ തന്നെ നമ്മൾ അശ്രദ്ധമായിരുന്നാലും ഉടമ്പടി മുന്നോട്ട് പോകും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങുമായി എടുത്തിരിക്കുന്ന പരിശുദ്ധ അമ്മയിലുള്ള ഈ ഉടമ്പടി ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ദൈവസ്നേഹത്തില് വളരുകയും പുലരുകയും ചെയ്യുകയാണ്. ആ ഒരു ആന്തരിക ബോധ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ശ്രുതികടെ ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ആർട്ടിക് ഏരിയ എന്ന് പറഞ്ഞാൽ അലർജി ഡിസീസ്. ആർട്ടിക് ഏരിയ ത്വക്കെല്ലാം തൊലി ഇങ്ങനെ പൊടിഞ്ഞു വരണ എന്തോ രോഗം, സഹിക്കാൻ പറ്റാത്ത രോഗമാണ്. പക്ഷേ അവർ ഉടമ്പടി ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അത് മറന്നുപോയി. അവരുടെ വേറെ കുറേ പ്രോബ്ലംസ് ഉണ്ടായ കാരണം അവർ ത്വക്ക് രോഗത്തിന് അനുഭവിക്കുന്ന ഈ പ്രയാസം മറന്നുപോയതാണോ, ഇനി അതൊക്കെ നടക്കുമോ ഇല്ലയോ എന്നൊക്കെ ഡൗട്ടുള്ളതുകൊണ്ട് എനിവേ അവരത് എഴുതിയില്ല. ലിയ കോഴിക്കോട് നമ്മൾ സാക്ഷി ഇന്നലെ പറഞ്ഞതാണ്. ഞാൻ ആ സാക്ഷ്യം ശ്രദ്ധിച്ചായിരുന്നു. അവിടെ സാക്ഷ്യങ്ങൾ മുഴുവനും നിലനിൽക്കുന്ന സാധനം ഐ ആം ഇൻ റിലേഷൻ വിത്ത് ജീസസ്. അതാണ് സാധനം. ഇപ്പോഴത്തെ ഉടമ്പടി സാക്ഷ്യങ്ങളുടെ ലെവല് കൂടിയിട്ടുണ്ട്. അവരുടെ സാക്ഷ്യങ്ങൾ മുഴുവനും അവർ പറഞ്ഞിങ്ങനെ വരുന്നത് മുഴുവൻ എന്താണ്? ഞാൻ കർത്താവുമായി ഒരു റിലേഷനിലാണ്. അത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ഇപ്പം നമുക്കറിയാവില്ലേ, ഇപ്പോൾ സങ്കീർത്തനം എടുത്തേ, നമ്മളെപ്പോഴും എടുക്കുന്നതാണ്. ഓരോ പ്രഭാതത്തിൽ ദിവ്യകാരുണ്യമേ സന്തോഷത്തോടെ ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ജനങ്ങൾക്ക് അഭിഷേകം കൊടുക്കണമേ കർത്താവേ. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. ഓരോ മകനും ദൈവസഭ അനുഭവിക്കണമേ കർത്താവേ. ജീവിക്കാനുള്ള ആത്മീയമായ അഭിഷേകം നൽകാൻ പ്രാർത്ഥിക്കുന്നു.
13 വർഷമായിട്ട് അർഷസിൻ്റെ രോഗമുണ്ടായിരുന്നു. അത് ബ്ലീഡിങ്ങോടുകൂടിയായിരുന്നു. രോഗം അങ്ങേയറ്റം മൂർച്ഛിച്ചപ്പോഴാണ് ഞാനിവിടേക്ക് വരുന്നത്. ഞാനിവിടെ വന്നിറങ്ങിയ ആ നിമിഷം തന്നെ എൻ്റെ അസുഖം എടുത്തു മാറ്റി, ബ്ലീഡിങ്. ഇപ്പം 6 വർഷമാകുന്നു, ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ ഞാൻ MSW പഠിച്ച് തമിഴ്നാട്ടിൽ പഠിച്ചിട്ട് 3 വർഷമായിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ വാങ്ങാൻ പോകുമ്പോൾ എനിക്ക് ലഭിക്കത്തില്ല. എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാനത് ഉടമ്പടിയിൽ വെച്ചിരുന്നു. ഞാൻ ജോസഫ് അച്ഛനെ കണ്ടു. ഈ ഒരു കാര്യം ഞാൻ ഫാദറിനോട് പറഞ്ഞു. അപ്പം ഫാദർ അവിടേക്ക് പോയിക്കോളാൻ പറഞ്ഞു. ഒരു പ്രശ്നമില്ല, ഒരു തടസ്സമില്ലാതെ കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ അവിടേക്ക് പോയി. ഒരു തടസ്സമില്ലാതെ പെട്ടെന്ന് അന്ന് തന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ് ഓരോ സെക്ഷനിൽ നിന്നും ഫോർവേഡ് ചെയ്യുമായിരുന്നു. അന്ന് തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടി. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോരുന്നു. അതുപോലെ വീട്ടിൽ 36-37 വർഷമായിട്ട് വഴിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു വണ്ടി കയറി വരാനുള്ള സൗകര്യം ഇല്ല, നടന്നു പോകാനുള്ളതേ ഉള്ളൂ. അപ്പം വീട്ടിലാർക്കെങ്കിലും സുഖമില്ലാതായാൽ എടുത്തിട്ട് പോകേണ്ട അവസ്ഥയാണ്. അപ്പം നല്ല ദൂരവും ഉണ്ട് റോഡിലേക്ക്. അപ്പം ഞാനത് ഉടമ്പടിയിൽ വെച്ചതുപോലെ, ഞാൻ ഉടമ്പടിയിൽ വെച്ചത് ഇങ്ങനെയാണ്. ഇതുപോലെ വണ്ടി വരാനുള്ള സൗകര്യവും ഒരു സൈഡ് വാൾ കെട്ടണം എന്ന് വെച്ചതുപോലെ തന്നെ വഴി ലഭിക്കുകയും സൈഡ് വാൾ കെട്ടുകയും ചെയ്തു. അതുപോലെ എനിക്കൊരു ജോലിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് വിദേശത്തേക്ക് പോകാനായിരുന്നു ആഗ്രഹം. ഇപ്പം 2011 ഞാൻ ഉടമ്പടി എടുത്തെങ്കിലും കോവിഡിൻ്റെ സമയം, അതിനാൽ എനിക്ക് അത് എൻ്റെ സാക്ഷ്യം അന്ന് പറയാനുള്ള അവസ്ഥയുണ്ടായില്ല. പിന്നീട് ഞാൻ വീണ്ടും പുതുക്കുമായിരുന്നു. അപ്പോൾ 2024 ഞാൻ വീണ്ടും ഉടമ്പടി എടുത്തു. ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ എനിക്ക് ഒരു ജോലിയുടെ കാര്യമായിരുന്നു വെച്ചിരുന്നത്. അത് ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയി ആദ്യത്തെ മാസം തന്നെ 10-25 വർഷം അറിയാവുന്ന ഒരു സുഹൃത്ത് യാദൃച്ഛികമായിട്ട് എന്നെ വിളിക്കുകയും ഇതുപോലെ പോളണ്ടിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറയുകയും അതിനുവേണ്ടി എല്ലാ പേപ്പർ വർക്കുകളും കഴിഞ്ഞു. അപ്പം അടുത്ത മാസം എൻ്റെ വിസയ്ക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അതുപോലെ എൻ്റെ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും ഞാൻ ഉടമ്പടി തൈലം നെറ്റിയിൽ പുരട്ടുകയും ഉപ്പ് കഴിക്കുകയും ചെയ്യുമായിരുന്നു. എന്നിട്ട് എന്ത് കാര്യങ്ങൾക്ക് ഞാൻ മുന്നോട്ട് പോകത്തുള്ളായിരുന്നു. അതുപോലെ എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന പത്രം ബസ് സ്റ്റാൻഡിലും ബസ്സിലും പൊതുമേഖലകളിലും എല്ലാം കൊണ്ടു നടന്ന് കൊടുക്കുമായിരുന്നു. ഒരുപാട് പേരെ ഞാൻ ഇവിടേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതുപോലെ സാമ്പത്തികമായിട്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന അമ്മയ്ക്ക് തിരുക്കുമാരനും 1000 നന്ദി. இந்த திரு பலிபீடத்தின் முன் சாட்சி சொல்ல கிருபை செய்த இயேசு கிறிஸ்துவுக்கும் அன்னை மாதாவிற்கும் 1000 நன்றி கூறிக்கொள்கிறேன். என்னுடைய பெயர் செலின் ஃப்ளவர். நான் கன்னியாகுமரி டிஸ்ட்ரிக்ட் களிக்காவிளை நியர்பாரசாலை அங்கிருந்து வருகிறேன். நான் 2023 பிப்ரவரி மாதம் உடன்படி செய்து கொண்டேன். என்னுடைய மகன் இன்ஃபேன்ட் போஸ்கோ 2022 இருமலால் அவதிப்பட்டான். அவனை நான் திருநெல்வேலி டிஸ்ட்ரிக்ட் முதல் எர்ணாகுளம் டிஸ்ட்ரிக்ட் வரை உள்ள பெரிய ஹாஸ்பிட்டல் எல்லாம் கொண்டு போய் அவனை பார்த்தேன். ஆனால் அவனுக்கு எந்த மருந்து கொடுத்தாலும் அது அவனுக்கு யூஸ் ஆகவில்லை. ஒரு நிமிடம் கூட அவன் இருமல் நீங்காது. காலை எழும்பின உடனே இருமுவான். ஸ்கூலுக்கு விடுவேன், சாயங்காலம் வருவான், இருமத் தொடங்குவான். அவன் இருமல் நிறுத்த வேண்டுமென்றால் அவனை நான் தூங்க வைக்க வேண்டும்.
சாயங்காலம் ப்ரேயர் ஜெபமாலை சொல்லும் வேளையில் வருவான், இருமிக்கொண்டே இருப்பான். நான் அவனை படுக்க வைத்து அவன் தூங்குவான். இதே ரெகுலராக பண்ணிகிட்டே இருந்தான். ஆனால் அவனுக்கு மருந்து கொடுத்து அவனுக்கு வயிறு வலி தொடங்கியது. நான் இங்கே வந்து உடன்படி எடுத்த பிறகு தண்ணியில் உப்பு போட்டும் எண்ணெய் தொண்டைக்கு உள்ளும் பூசுவேன், வெளியையும் பூசுவேன். ஒரு டீப் ப்ரேயர் பண்ணி வந்தேன். அப்போது இங்கே வந்து உடன்படி எடுத்த 3 தினம் அவனுக்கு இருமலே இல்லை. அடுத்த தினம் முதல் ஜெபமாலை எப்போ சொல்ல ஆரம்பிக்கிறேனோ அப்போ இரும தொடங்குவான். உடனே நான் படுக்க வைப்பேன், தூங்கி விடுவான். இதே ரெகுலராக இருந்ததால் நான் பிறகு என்ன பண்ணுவேன் என்றால், ப்ரேயர் தொடங்க வேலை தூங்க வைக்க மாட்டேன். உடனே இவன் என்ன மரியாதை இல்லாத நிலைமைக்கு ஆகிப்போட்டான். இந்த பெரிய பிள்ளைங்க பேசு மாதிரி பேசுவான், என்ன சொல்லும் கேட்க மாட்டான். இப்படி கொஞ்ச நாள் அப்படி இருந்த பிறகு அவனுக்கு தலைக்குள்ளே ஏதோ பண்ணுது அப்படி சொல்லுவான். சொல்லிட்டு எங்கபடி இந்த குடிக்காரர் நடக்கும் மாதிரி நடக்கும். ரோட்டில் ஓடியானாலும் சரி, எங்கே டேஞ்சரஸ் பிளேஸோ அந்த பிளேஸில் தான் நடப்பான். நடந்துட்டு என்ன அடி கொடுத்தா கூட கேட்க மாட்டான். அந்த அளவு திமிராக நடப்பான். பிறகு ஆட்கள் கேட்பாவ, ஏன் இவன் இப்படி நடக்கிறான் என்று கேட்பாப்ப. விளையாட்டுக்கு நடக்கிறான். பஸ்ஸில் ஏறினா கமந்து தான் இருப்பான், நிமிர்ந்திருக்க மாட்டான். ஸ்கூட்டியில் கொண்டு போனால் கண் அடைச்சிட்டு இருப்பான். வெளியில் நிற்க ஆட்கள் பார்த்து சொல்லுவா, பிள்ளை தூங்கிட்டு இருப்பான், வண்டியை நிறுத்துன்னு சொல்லுவாங்க. என்னாலும் அவன் என்ன சொன்னேன், நான் இந்த உடன்படி தைலம் ப்ரேயர் நான் பிறகு லாஸ்ட்டில் நினைத்தேன், மாதாவிடம் ப்ரேயர் பண்ணினேன். மாதாவே, என்னுடைய உயிரையும் அவனுடைய உயிரையும் இயேசுப்பா உமது வலப்பக்கத்தில் சேர்த்துடலாம். அப்படி ஜெபமாலை வரை ஒப்பு கொடுத்தேன் இவனுக்காக. ஆனால் கடவுளை, உம்மை தவறி நான் சொல்லக்கூடாது. உமக்கு என்றைக்கு சுகம் தர விருப்பமோ அன்றைக்கு எனக்கு பிள்ளைக்கு சுகம் தர, ஆனால் அதை தாங்க வேண்டிய சக்தியை மட்டும் எங்களுக்கு தாரும் என்று நான் இடைவிடாது ப்ரேயர் பண்ணி கொண்டிருப்பேன். பிறகு அதனாக நாம் 2வது உடன்படி முதல் தடவை புதுப்பிக்க வந்தபோது அவனுக்கு ஒரு 90% சுகம் கிடைத்து விட்டது. அடுத்து அவன் போன மாதம் ஜூலை 10ஆம் தேதி ஸ்கூல் கிரவுண்டில் பாஸ்கெட் பால் விளையாடி கொண்டிருக்கும் போது கிரவுண்டில் விழுந்து தலை அடிபட்டது. அந்த மயக்க நிலையில் இருந்தான், ஞாபகம் கிடையாது. ஸ்கூலில் இருந்து அவனை ஹாஸ்பிட்டல் கொண்டு சென்றார்கள். அங்கே போன உடனே ஞாபகம் வந்தது. ஆனால் அரை மணிக்கூர் மட்டும்தான் அவனுக்கு ஞாபகம் இருந்தது. பிறகு ஞாபகம் இல்லை. 10 மணிக்கு நடந்தது, 4 மணி வரை பிறகு அவன் ஞாபகமே வரவில்லை. பிறகு அவங்க சொன்னார்கள், வேறு ஹாஸ்பிட்டல் கொண்டு செல்லுங்கள் என்று. நாங்கள் அனந்தபுரி ஹாஸ்பிட்டலில் ஆம்புலன்ஸில் வரும்போது நான் மொத்தத்தில் அவன் ஜெபமாலை சொல்லிக்கொண்டே இருந்தேன். சொல்லிக்கொண்டிருந்துட்டு எனக்கிட்ட உடம்பலி தைலவும் இல்லை, உப்பும் இல்லை, ஒன்றும் இல்லை. நான் அவங்க ஃபோன் பண்ணி நான் இங்கே வந்தது, நான் வெளியே நின்னேன். வீட்டிலிருந்து வந்ததுன்னா எடுத்துகிட்டு வர பார்த்தேன். ஆனால் பிறகு நான் மாதாவிட்டம் கேட்டேன், மாதாவே, எலிசபெத்தை சந்திக்க நீர் சென்றீரே, 3 மாதம் இருந்த அவருக்கு பணிவிடை புரிந்தீரே, என்னுடைய பிள்ளை இந்த ஆபத்தான நிலையில் இருக்கிறான், நான் ஹாஸ்பிட்டல் கொண்டு போய் அவங்க மருந்து செய்வதற்கு முன்னாடி என் பிள்ளைக்கு ஞாபகம் வர வேண்டும் என்று ப்ரேயர் பண்ணி இருந்தேன். ஆனால் கடவுள் அங்கு நான் சென்று டாக்டர்ஸ் எல்லாம் சீக்கிரம் அந்த டெஸ்ட் இந்த டெஸ்ட் அப்படி எடுத்துகிட்டே இருந்தாவ. ஆனால் ஒரு 5 மினிட் இருக்கும், அவன் எழும்பி உட்கார்ந்தான். படுக்கையில் உட்கார்ந்துட்டு ஒரு டயர்டோ ஒன்றும் இல்லை, ஒரு அவன் அப்படி இருந்தான்னு உள்ள நிலைமை கூட இல்லாமல் நல்ல முறையில் இருந்தான். பிறகு அவங்க MRI ஸ்கேன், EGG எல்லாம் எடுத்த போது அவனுக்கு ஒரு ப்ராப்ளமும் இல்லை என்று அவனை விட்டார்கள். அன்னை மாதாவும் இயேசு கிறிஸ்துவும் செய்த எல்லா நன்மைகளுக்கும் 1000 நன்றி கூறுகிறேன். 2வது, என்னுடைய மூத்த மகன் +2 தேர்வு மீடியமாக படித்து கொண்டிருந்தான். +2 தேர்வில் நல்ல மதிப்பெண் பெற வேண்டும் என்று நான் உடன்படி செய்திருந்தேன். அதன்படி அவன் +2 தேர்வில் நல்ல மதிப்பெண் பெற்று காலேஜிலே, நான் ப்ரைவேட் காலேஜில் டொனேஷன் கொடுத்து விட்டிருந்தேன். என்னால் அவனுக்கு எய்டட் காலேஜில் அவனுக்கு அட்மிஷன் கிடைத்து விட்டது. நான் டொனேஷன் கொடுத்த அமௌண்ட்டு கூட கடவுள் எனக்கு அதை திரும்ப தர செய்தார். அடுத்தபடியாக எனக்கு மூக்கில் ஒரு கொப்பளம் போல வந்தது. நான் உடன்படி தைலம் பூசி வந்த வேளையில் ஒரு 1.5 மாதம் வரை பூசி வந்தேன். ஆனால் வித்தியாசம் இல்லை. ஆனால் நல்ல வலி. நான் ஒரு நாளைக்கு
மாதாவே, இவ்வளவு நான் ப்ரேயர் பண்ணியும் எனக்கு இது சுகமாகவில்லையே. அப்போ இன்றைக்கு 5 மணிக்கு நான் ஹாஸ்பிட்டல் போவேன். அப்போது எனக்கு அதுக்குள்ளே எனக்கு சுகந்தாருங்க, எனக்கு ஒரு அற்புதம் செய்யும், நான் சாட்சியாக வாழ எனக்கு வழிகாட்டும் என்று கேட்டேன். அதுபடி நான் 4 மணிக்கும் பார்த்த வேளை அந்த கொப்புளம் அப்படியே இருந்தது. ஆனால் 5 மணிக்கு நான் பார்த்த வேளையில் கொப்புளம் இருந்த இடமே எனக்கு தெரியவில்லை. இவ்வளவு உதவிகள் செய்தாய் இயேசு கிறிஸ்துவுக்கும் அன்னை மாதாவுக்கும் 1000 நன்றிகள் கூறிக்கொள்கிறேன். நான் ஹெல்ப் பண்ணுவது என்னவென்றால், யார் என்னிடம் வந்து எந்த உதவி கேட்டாலும் அதை செய்ய மறக்க மாட்டேன். பண உதவியானாலும் சரி, எதானாலும் எது கேட்டாலும் செய்வேன். யாராவது நோய்வாய்ப்பட்டிருந்தாலோ கஷ்டப்பட்டிருந்தாலோ அவர்களுக்காக കണ്ണീർ വിട്ട് അഴുത് അവങ്ങൾക്കാക വേണ്ടതൽ ചെയ്യുവേൻ. 2022 ജൂൺ 26-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ 2ാം പ്രാവശ്യമാണ് ഈ വിശുദ്ധമായ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. എൻ്റെ പേര് ലിംസി റോഡ്രിക്സ്, കാടൂറ്റിയിൽ നിന്ന് വരുന്നു. എൻ്റെ ഹസ്ബൻഡാണിത്. മെയ് 3-ാം തീയതി വെളുപ്പിന് 2:30-ക്ക് പെട്ടെന്ന് ശ്വാസതടസ്സം ഉണ്ടാവുകയും കഴുത്തിൻ്റെ ബാക്കിൽ വേദന ഉണ്ടാവുകയും ചെയ്തു. പല അസ്വസ്ഥതകളുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഗ്യാസാണെന്ന് വിചാരിച്ചു ഇരുന്നു. ജീരക വെള്ളമൊക്കെ കുടിച്ചു ഇരുന്നിട്ട് പിന്നെ അസ്വസ്ഥതകളുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ഞാൻ ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് നെറ്റത്ത് കുരിശ് വരയ്ക്കുകയും നാവിൽ കൊടുക്കുകയും ചെയ്തു. പെട്ടെന്ന് അസ്വസ്ഥതകൾ കുറഞ്ഞ് ആളുടെ ശ്വാസതടസ്സം മാറി പെട്ടെന്ന് ആൾ ഉറങ്ങുകയും ചെയ്തു. ഉറങ്ങി നേരം വെളുക്കുന്നത് വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ എഴുന്നേറ്റപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോകാൻ എഴുന്നേറ്റപ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ട്. ഞാൻ അടുത്തുള്ള ക്ലിനിക്കിൽ പോയി ഒന്ന് ECG ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ബൈക്കിന് ആൾ പോയി ECG എടുത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നേരിയ വേരിയേഷനാണ്, നല്ല വേരിയേഷനുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴും ECG എടുത്തപ്പോൾ നല്ല വേരിയേഷനുണ്ട്, ആൻറ്റിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. ആൻറ്റിയോഗ്രാം ചെയ്തപ്പോൾ 2 ബ്ലോക്ക് ഉണ്ട്. അതിലൊന്ന് ഭയങ്കര സീരിയസ് ആണ്, എമർജൻസി ആയിട്ട് ആൻറ്റിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടർ പറയുന്നു അതൊരു മിറാക്കിളാണ്, 5% മാത്രമേ ഉള്ളൂ ആൾക്ക് ഇത് ഹാർട്ടിൻ്റെ പമ്പിങ്. പക്ഷേ ആൾ തന്നെ ബൈക്ക് ഓടിച്ചിട്ട് ക്ലിനിക്കിൽ പോവുകയും ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയും ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നെ ചെയ്തു. പക്ഷേ അതൊരു മിറാക്കിളാണ്. എന്തുകൊണ്ടും അത് ആൾക്ക് നല്ലൊരു പവർ കിട്ടിയിട്ടുണ്ട്. അതാണ് ഇത്രയും നേരം വരെ ആൾ 2:30-ക്ക് വന്നിട്ട് 10:30-ക്കാണ് ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. അതുവരെ ആൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ആൻറ്റിയോപ്ലാസ്റ്റി ചെയ്തു, ഒരു കുഴപ്പമില്ലാണ്ട്. ഇനി ഒരു ബ്ലോക്ക് കൂടി ഉണ്ട്, അത് നോർമലായിട്ട് മരുന്നുകൊണ്ട് മാറുമെന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതുവരെ ഒരു കുഴപ്പവും ഇല്ല. അത് മാതാവിൻ്റെ ഉടമ്പടി തൈലത്തിൻ്റെ ഒന്നുകൊണ്ട്, ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം, അത്ഭുതം കൊണ്ട് മാത്രമാണ് എൻ്റെ ഭർത്താവ് ഇന്നിവിടെ നിൽക്കുന്നത്. യേശുവേ സ്വസ്തേശ്വര നന്ദി. പിന്നെ എൻ്റെ മകന് കാനഡയിലേക്ക് പോയത് റൂം ബുക്ക് ചെയ്തിട്ടാണ് ഇവിടുന്ന് പോയിരുന്നത്. പക്ഷേ 20-ാം തീയതി പോയി, 29-ാം തീയതിയാണ് ഒരു ക്ലാസ് തുടങ്ങുന്നത്. 1-ാം തീയതിക്ക് റൂമുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ ചെന്ന് വേറെ ഒരു സ്ഥലത്ത് പോയാണ് ആൾ താമസിച്ചിരുന്നത് ആ ഒരാഴ്ചയിലും. പിന്നെ 28-ാം തീയതി അവിടെ എത്തണം. അപ്പോൾ റൂം എങ്ങനെയും ശരിയാക്കി തരാമെന്ന് അവിടുത്തെ ഓണർ പറഞ്ഞിരുന്നു. പക്ഷേ ആ ഓണറിനെ എപ്പോഴും വിളിക്കുമ്പോഴും റൂം കാലിയായിട്ടില്ല, ഇപ്പോൾ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ 29-ാം തീയതി ക്ലാസ്സിൽ പോകണം. 300 കിലോമീറ്ററോളം ദൂരെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ മോൻ സങ്കടപ്പെട്ടു. ഞാൻ ചെന്നിട്ട് അവിടെ വഴിയിൽ പോയി നിൽക്കാമാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വഴിയിലൊന്നും നിൽക്കാൻ പറ്റത്തില്ല, നീ അവിടെ നിന്നാൽ മതി, മാതാവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് മുട്ടുകുത്തിയിരുന്ന്
കൊന്തച്ചേലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് 28-ാം തീയതി രാത്രി, അവർക്ക് രാത്രി 11 മണിയായപ്പോഴേക്കും ഓണർ വിളിച്ചിട്ട് പറഞ്ഞു, പെട്ടെന്ന് തന്നെ പോരെ, റൂം കാലിയായിട്ടുണ്ട്. അങ്ങനെ അവർ രാത്രി 11 മണിക്ക് എന്നെ വണ്ടി വിളിച്ച് റൂമിലേക്ക് എത്തിച്ചു തന്നു. അത് മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ്. പിന്നെ എൻ്റെ മോനെ പാർട്ട് ടൈം ജോലി കിട്ടിയിരുന്നില്ല. അപ്പോൾ ഞാൻ